ഏത് നിലയിലേക്കാണ് നമ്മുടെ മാധ്യമ പ്രവർത്തനം പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് കാണുമ്പോൾ ഞെട്ടലുണ്ടാകുന്നത് രാവിലെ ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ. ഒരാളുടെ സ്വകാര്യതയിലേക്ക് എത്രയാണ് നുഴഞ്ഞു കയറുന്നത്. അതൊരു അതിഭീകരമായ ഒരു കുറ്റകൃത്യം നടക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് അത് പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള വ്യഗ്രതയൊന്നുമല്ല. അയാളുടെ സ്വകാര്യമായ നിമിഷങ്ങൾ, അയാൾ എങ്ങനെയെല്ലാം പെരുമാറുന്നു, അയാൾ കുടുംബവുമായിട്ട് മിങ്കിൾ ചെയ്യുന്നു, ഇതൊക്കെ എടുക്കാൻ വേണ്ടും. അയാൾ ക്ഷണിച്ചിട്ടാണ്, അല്ലെ അയാളുടെ ധാരണ ഉണ്ടാക്കിയിട്ടാണെങ്കിൽ മനസ്സിലാക്കാം. ഇത് എങ്ങും ഇല്ലാത്തതുപോലെ എനിക്ക് കേരളത്തിലെ മാധ്യമപ്രവർത്തനം മറ്റൊരു തലത്തിലേക്ക് തന്നെ പോവുകയാണ്. ഇത് ആളുകൾ അപ്പോൾ അവിടെ നിന്ന് ദിലീപ് അംഗരക്ഷകർ ആരെങ്കിലും ഇതിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയോ ഈ ഡ്രോൺ ഒരെണ്ണം പിടിച്ചെടുക്കുകയോ ചെയ്താൽ എന്താവും ഈ മാധ്യമങ്ങളുടെ പ്രതികരണം? അത് പിന്നെ വേറെ ലോ ആൻഡ് ഇതിലേക്കാണ് പോവുക. അപ്പോഴും അവിടെ സ്വകാര്യത എന്നുള്ളതൊന്നും ഈ ആളുകളുടെ സ്വകാര്യതയ്ക്ക് വേണ്ടിയും അവകാശങ്ങൾക്ക് വേണ്ടിയും ഘോരഘോരം വാതോരാതെ പ്രസംഗിക്കുന്ന ആളുകളാണ് നമ്മൾ മാധ്യമപ്രവർത്തകർ ഒക്കെ. അപ്പോൾ അവരാണ് ഇത്തരം കാര്യങ്ങൾ നടത്തുന്നതെന്നുള്ളത്. അതൊരു സാമാന്യവൽക്കരിച്ച് അതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്നൊരു തരത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്.